ദുബായ് ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. ഈ രണ്ട് കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ഈ ബ്രിഡ്ജ് വഴി ഇറങ്ങി പോകാൻ പോകുന്നത് നടുക്കടലിലേക്കാണ്. ദ സെന്റർ ഓഫ് ദി സീ. അങ്ങോട്ടാണ് നമ്മൾ ഇറങ്ങി പോകാൻ പോകുന്നത്. കാരണം 2006 മുൻപ് ഈ ഭാഗത്തേക്ക് വരണമെങ്കിൽ അതുപോലത്തെ ഒരു ബോട്ട് എടുത്ത് വരേണ്ട സ്ഥലത്താണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത്. ഈ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കടൽ കുഴിച്ചിട്ടാണ് നിർമ്മാണം ഉണ്ടാക്കുന്നത്. വെച്ചാൽ കടല് മനുഷ്യൻ കല്ലും മണ്ണും കൊണ്ടുപോയിട്ടുകൊണ്ട് നികത്തിയെടുത്ത് അതിനകത്താണ് ഈ കാണുന്ന റോഡുകൾ, അതിനകത്താണ് ഈ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജീസും, അതിനകത്താണ് നിങ്ങളുടെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന ഈ മരങ്ങൾ, അതിനകത്താണ് നിങ്ങൾ ഇടതുവശത്ത് ആളുകൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. കടലിനുള്ളിലൂടെ ആളുകൾ നടന്നു പോകുന്നത്, വെള്ളത്തിനകത്തൂടെയാണ് ആളുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് ഈ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും. അതിനകത്തുള്ള ഇലക്ട്രിക്കൽസ് അല്ലെങ്കിൽ ടെലിഫോൺ കേബിൾസ് എല്ലാം അണ്ടർഗ്രൗണ്ട്, വിച്ച് മീൻസ് അണ്ടർ ദ അറേബ്യൻ സീ. നിങ്ങൾക്ക് എവിടെയും ഒരു ഓവർഹെഡ് കേബിൾസോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇന്റർനെറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ എവിടെയെങ്കിലും വന്ന് ഉടക്കിയിട്ടുണ്ടാകുന്ന ഒരു പിക്ചറാണ് പാം ജുമൈറ എന്ന് പറയുന്ന പിക്ചർ. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പിക്ചർ? പാം ജുമൈറ എന്ന് പറയുന്ന ഒരു ഈന്തപ്പന പോലെ എടുക്കുന്ന പിക്ചർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് പാം ജുമൈറ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ പിക്ചർ? ഒരു വലിയൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ സംഭവം കണ്ടിട്ടുണ്ട്. ഒരു ഈന്തപ്പന വെട്ടി നമ്മൾ വെള്ളത്തിലിട്ടാൽ ഏകദേശം ഇതുപോലെ ഉണ്ടായിരിക്കും. ഇതാണ് പാം ജുമൈറ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. നമ്മൾ കടലിൽ വേറെ എവിടെയും കണക്ഷൻ ഇല്ലാതെ ഈ കാണുന്ന ഒരു ട്രങ്ക് ആദ്യം നമുക്ക് കാണാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ട്രങ്ക് വഴിയാണ്, ഇതിന്റെ മധ്യത്തിലൂടെയുള്ള റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും കാണുന്ന അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇതിന് പറയുന്ന പേരാണ് ഷോർ ലൈൻ അപ്പാർട്ട്മെന്റ്സ്. ഈ അപ്പാർട്ട്മെന്റുകളുടെ എണ്ണം 2500 2500. നമ്മൾ ഈ കാണുന്ന ഈ ഓരോ അപ്പാർട്ട്മെന്റും കൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എണ്ണം 2500. ഒരു അപ്പാർട്ട്മെന്റിൽ ഏറ്റവും കുറഞ്ഞ 4 ബെഡ്റൂംസ് ആണ്. 4 bedrooms. 2500 into 4, which means 10,000 bedrooms. ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ മൊത്തമായിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോന്നും ഓരോ ക്ലസ്റ്റർ ആണ്. ഓരോ ക്ലസ്റ്ററിനും ഓരോ പേരാണ്. ഇംഗ്ലീഷ് പേരുകളും അറബിക് പേരുകളും, മസ്ല, അതുപോലെ തന്നെ റോയൽ അറേബ്യൻ, അതുപോലെ ഒരുപാട് പേരുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എൽനോർ, അൽസഹന അങ്ങനത്തെ പേരിലൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് വരുന്ന ആൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഭാഗം. ഇതിന്റെ ഓൾമോസ്റ്റ് നമ്മൾ നെക്ക് പോയിന്റിലേക്ക് വരാൻ പോകണം. അതിന്റെ ഒരു കഴുത്തിന്റെ ഭാഗത്തേക്ക് വരാൻ പോകും. നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുക, ഒരുപാട് വില്ലകൾ കാണാൻ പറ്റും. ആ വില്ലകൾ നോക്കുന്ന വരാം. ഇവിടെ നിർമ്മാണം നടക്കുന്നു നോക്കുക. കടലാണ് മനുഷ്യൻ കുഴിക്കുന്നത്. കടൽ ആദ്യം നികത്തി ഇപ്പൊ നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും അതിന്റെ ബീമും അതിന്റെ മെറ്റലെല്ലാം വെച്ചുകൊണ്ട് അതിന് ബേസ് ഉണ്ടാക്കി അതിനകത്ത് അടുത്ത പ്രോജക്റ്റ് വരാൻ പോവാണ്. കടൽ കുഴിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന നിർമ്മാണം നമ്മൾ കാണുന്നു. ഒരു പരിധിയിൽ കുഴിച്ചാൽ മൊത്തം വെള്ളവും. ആ ഭാഗത്താണ് നമ്മൾ ഇത്രയും കുഴിച്ച് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്ത് നമ്മൾ ഈ ഒരു പോയിന്റിന്റെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ട്രങ്ക് കഴിഞ്ഞ അല്ലെങ്കിൽ അതിന്റെ ഒരു റോ പോർഷൻ കഴിഞ്ഞ പിന്നെ വരാൻ പോകുന്നത് അതിന്റെ ലീവ്സ് ആണ്. ഇല പോലെ കാണുന്ന ഭാഗമാണ്. രണ്ട് സൈഡിലേക്കും വിരിഞ്ഞ് നിൽക്കുന്ന, ഒരു സൈഡിലേക്ക് 8 ലീവ്സും ഒരു സൈഡിലേക്ക് 8 ലീവ്സും, ടോട്ടൽ 16 ലീവ്സ് ആണ്. ആ ലീവ്സ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാം ജുമൈറ വില്ലാസ് ഉള്ളത്. അവിടെയാണ് ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ശില്പ ഷെട്ടി, സഞ്ജയ് ദത്ത് എന്നീ നമ്മുടെ നാട്ടിലെ ആളുകളും ഇബ്രാഹിമോവിച്ച്, അതുപോലെ മൈക്കൽ ഷുമാക്കർ, അതുപോലെ തന്നെ ഡേവിഡ് ബെക്കാം എന്ന ആളുകൾക്ക് വില്ല മേടിച്ചെന്ന് പറയുന്നതും കഴിഞ്ഞ വർഷം ഒരു ന്യൂസ് സ്പ്രെഡായി. അംബാനി അദ്ദേഹത്തിന്റെ മകന് 700 കോടി കൊടുത്തു. 200 രൂപയല്ല, 700 കോടി കൊടുത്തിട്ട് വില്ല മേടിച്ചു. അതും ഈ പ്രോജക്റ്റിനകത്താണ്. അതാണ് പാം ജുമൈറ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിനകത്തുള്ള വില്ലകളുടെ എണ്ണം 1500 2500 അപ്പാർട്ട്മെന്റ്, 1500 വില്ലാസ്. ഒരു വില്ലയുടെ ബേസിക് കോസ്റ്റ് 2006 പ്രോജക്ട് അൺവീൽ ചെയ്യുമ്പോൾ $25 മില്യൺ. 25 ദശലക്ഷം. 1 മില്യൺ പറഞ്ഞ എത്രയാണ്? 10 ലക്ഷം. $25 മില്യൺ ആയിരുന്നു ഒരു വില്ലയുടെ വില. 2006 പ്രോജക്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 400 വില്ലാസ് വർ റെഡി ടു ഓക്കുപൈ. 400 വില്ലകൾ പ്രവർത്തന സജ്ജമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്രദമായിട്ട് അവൈലബിൾ ആയിരുന്നു. അത് വിറ്റു പോകാൻ വേണ്ടി എടുത്ത സമയം ദാറ്റ് വാസ് എ വേൾഡ് റെക്കോർഡ്. 72 മണിക്കൂറാണ്, 72 hours. 3 ദിവസം കൊണ്ട് ആ 400 വില്ലകൾ ഗോട്ട് സോൾഡ് ഔട്ട്. അത്തരത്തിലൊരു ക്രീം പ്രോപ്പർട്ടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സെമി സർക്കിൾ, അതാണ് ക്രസന്റ് എന്ന് പറയുന്നത്. ഈ സെമി ക്രസന്റിനകത്ത് 33 5 സ്റ്റാർ ഹോട്ടലുകളാണ്. വെറും 5 സ്റ്റാർ ഹോട്ടൽസ് മാത്രം 33. അതിനകത്ത് ഏറ്റവും പ്രീമിയം ഹോട്ടലുകൾ ഒന്നാണ് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന ഹോട്ടൽ. 1000 റൂംസ് ആണ് ഒരു ഹോട്ടലിനകത്ത്. 1000 റൂംസ്. കടലിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന 1000 റൂമുകൾ. അത് മാത്രമല്ല, ഇത്രയും പ്രോപ്പർട്ടീസും ഇത്രയും ഫെസിലിറ്റീസും അല്ലാതെ റോഡ് മാർഗങ്ങളും, ഇത് കൂടാതെ ഒരു ട്രെയിൻ സർവീസ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബ്രിഡ്ജ് അതൊരു ട്രെയിൻ സർവീസ് ആണ് പറയുന്നവരാണ് മോണോ റെയിൽ എന്ന് പറയുന്നത്. ദുബായിലുള്ള 3 ട്രെയിൻ സർവീസ്, ഒന്ന് മെട്രോ, ഒന്ന് ട്രാം, ഒന്ന് മോണോ റെയിൽ. ഈ മോണോ റെയിൽ എന്ന് പറയുന്നത് പാം ജുമൈറയിൽ മാത്രം ഉള്ളതാണ്. ഇവിടെ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കൂടാതെ നിങ്ങൾ അടുത്തത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്, ലോക ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായേക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം, കടലിന്റെ അടിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കടലിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും ബോട്ടിൽ. കടലിന്റെ അടിയിലൂടെ പോയിട്ടുണ്ടോ? മുകളിൽ ആർത്തിരം വന്ന കടലിൽ അതിനടിയിലൂടെ ഗുഹ പോലെ പോയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും സ്വപ്നത്തിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ആ സ്വപ്നത്തിൽ പോയിട്ടുണ്ടെങ്കിൽ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കാരണം കടലിനടിയിലുള്ള പാം ജുമൈറ ടണൽ വഴിയാണ് നമ്മൾ ഇന്ന് അടുത്ത കരയിലേക്ക് പോകാൻ പോകുന്നത്. 1.4 കിലോമീറ്റർ, 1400 മീറ്റർ കടൽ തുറന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ടണൽ വഴിയാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുള്ള വണ്ടേഴ്സിലൊന്ന്.